ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യകരമാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോൾ കുറക്കുന്നതിനും ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വെളിച്ചെണ്ണ നല്ലതാണെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയുകയോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയോ ചെയ്യുന്നില്ല. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ കിട്ടുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലേ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ വിളഞ്ഞ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ മൂപ്പത്തിയ തേങ്ങ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതിൽ നിന്നും കൂടുതൽ വെളിച്ചെണ്ണ കിട്ടുള്ളൂ. നമ്മൾ ഈ തേങ്ങ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഇതിൽ നിന്നും തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ തേങ്ങ 3 ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഈ തേങ്ങ ഒന്ന് വേവിച്ചെടുക്കുക. തേങ്ങ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാനും പറ്റും. അതുമല്ല നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണവും കൂടും. നമ്മൾ ഈ തേങ്ങ ചിരകിയെടുക്കാതെ ചിരട്ടയിൽ നിന്നും തേങ്ങ അടർത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടാണ് കേട്ടോ ഇതിൽ നിന്നും തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ചിരട്ടയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 2 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങയുടെ ചൂടാറാനായിട്ട് ഇത് പുറത്തേക്ക് എടുത്ത് വെക്കുക. തേങ്ങ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം തേങ്ങ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ തേങ്ങാവെള്ളം കളയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളപ്പത്തിന് അരി അരച്ചെടുക്കൂലേ, അപ്പം ഈ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഈ 3 തേങ്ങയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം കളയുന്നില്ല, ഞാനിത് വെള്ളപ്പത്തിന് അരി അരച്ചെടുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഈ ചിരട്ടയിൽ നിന്നും അടർത്തിയെടുക്കാം. തേങ്ങ വേവിച്ചെടുത്തതുകൊണ്ട് നമുക്കിതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇതുപോലെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ തേങ്ങ ചിരകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എനിക്ക് ഈ ചിരട്ടയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ തേങ്ങ അടർത്തിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടുകയും ചെയ്യും, തേങ്ങ ചിരകിയെടുക്കും വേണ്ട. ഇപ്പം ഞാൻ ഈ 3 തേങ്ങയും ഈ ചിരട്ടയിൽ നിന്നും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വലിയ കഷ്ണങ്ങളൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ കട്ട് ചെയ്തെടുത്ത തേങ്ങാക്കൊത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതൊരു 4 ബാച്ചായിട്ടാണ് കേട്ടോ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഈ തേങ്ങാക്കൊത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. തേങ്ങ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. എത്രയും കുറഞ്ഞ വെള്ളത്തിൽ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു വൃത്തിയുള്ള തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്നും തേങ്ങാപ്പാൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. തേങ്ങ വേവിച്ചെടുത്തതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ കിട്ടും കേട്ടോ. നമ്മളിതിൽ നിന്നും 1-ാം പാല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, 2-ാം പാലും 3-ാം പാലും അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ, എന്നാലേ നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടുള്ളൂ. നമ്മൾ ഈ തേങ്ങയിൽ നിന്നും 1-ാം പാല് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങാപ്പീര കളയുന്നില്ല കേട്ടോ. നമുക്കിത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 4 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 4 ബാച്ചിലും കൂടി ഞാൻ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം തേങ്ങാപ്പീരയൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാപ്പീര കൊണ്ട് നമ്മൾ നല്ലൊരു ചമ്മന്തിപ്പൊടി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ നമ്മളെടുത്ത 3 തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ തേങ്ങാപ്പാൽ തുണിയിൽ അരിച്ചെടുത്തതാണ്. എന്നാലും ഈ തേങ്ങാപ്പാൽ തേങ്ങാപ്പീരയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്നുകൂടി അരിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ട, ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പീരയുടെ ചെറിയ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ തേങ്ങാപ്പാൽ നല്ലതുപോലെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ തേങ്ങാപ്പാലിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയവും എടുക്കും. അതുമല്ല ഗ്യാസും ഒരുപാട് നഷ്ടമാവും. അപ്പോൾ നമുക്കിതിൽ നിന്നും വെള്ളമൊന്നുമില്ലാതെ തേങ്ങാപ്പാൽ മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു 24 hour ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തേങ്ങാപ്പാലും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിൽ നിന്നും തേങ്ങാപ്പാൽ മാത്രമായിട്ട് എടുത്തിട്ട് ഉരുക്കിയെടുത്താൽ മതി. എനിക്കിതിൽ നിന്നും പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 2 മണിക്കൂർ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ സെപ്പറേറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങാപ്പീര കൊണ്ട് നല്ലൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉണക്കച്ചെമ്മീൻ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 12 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിലുള്ള വെള്ളത്തിൻ്റെ അംശവും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപ്പും വറുത്തെടുക്കുന്നത്. ഇപ്പോൾ വറ്റൽമുളകും ഉണക്കച്ചെമ്മീനും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സെയിം കടായിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ തേങ്ങാപ്പീര മുഴുവനും ഈ കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊട്ടും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും കേട്ടോ. ഇപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കാതെ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങ ഈ കടായിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ കടായിയുടെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനും വറ്റൽമുളകും ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഞാനിത് ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാതെ കുറച്ച് തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാടുള്ളത് കൊണ്ട് ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പീരയും ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പീര കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിതിൽ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ചേരുവകൾ ചേർത്തിട്ട് ഇതുപോലെ ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്കിതിലെ വെള്ളവും തേങ്ങാപ്പാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വെള്ളം താഴെയായിട്ടും തേങ്ങാപ്പാൽ മേലെയായിട്ടുമാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു സ്പൂണ് കൊണ്ട് തേങ്ങാപ്പാൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കോരി മാറ്റുക. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉരുക്കിയെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു എളുപ്പവഴി വേറെ ഇല്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം മാത്രമാണ് കേട്ടോ. കണ്ടോ, നമ്മളതിലെ തേങ്ങാപ്പാൽ മുഴുവനും ഈ പാനിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വെള്ളപ്പത്തിന് അരി അരച്ചെടുക്കുമ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി.
അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുതിർത്തെടുത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വെള്ളപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാവെള്ളം ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്തെടുത്ത ആ വെള്ളമില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളിനി ഇതിൽ ഈസ്റ്റ്, സോഡാപ്പൊടി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടും. ഇപ്പം ഞാൻ ആ തേങ്ങാപ്പാലിലെ വെള്ളം മുഴുവനായിട്ടും ഈ അരി അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ തേങ്ങാപ്പാലിൽ ആ വെള്ളം ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇതിൽ പിന്നെ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ തേങ്ങാപ്പാൽ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചൂടാക്കിയെടുക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വന്നാൽ പിന്നെ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ അടുക്കളയിൽ മറ്റു ജോലിയൊക്കെ എടുക്കൂലേ, അതിനിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അത്രേ പണിയുള്ളൂ. അല്ലാതെ ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് ഇതുപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയും ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തേങ്ങ ഉണക്കി കൊപ്രയാക്കി അത് നമ്മൾ ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അതിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടാത്തത്. എന്നാൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് തേങ്ങ വെന്ത വെളിച്ചെണ്ണ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്ന ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വെളിച്ചെണ്ണയിൽ നിന്നും കിട്ടുന്ന നാം കേട്ടിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസുകളും നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ കാണുന്ന ഈ കക്കനുണ്ടല്ലോ, ഇത് കരിയാതെ നോക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉരുക്കിയെടുക്കണം കേട്ടോ. ഇപ്പം ഇതിലാ കാണുന്ന തേങ്ങാപ്പീര പോലത്തെ സംഭവമില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കക്കനെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. അപ്പോൾ അത് ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കി എടുക്കണം കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ 1-2 ടേബിൾ സ്പൂണൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ത്രീകളിൽ അവരുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആർത്തവ വിരാമമായി വരുന്ന സ്ത്രീകൾ ഒരു ദിവസം 1-2 ടീസ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് അവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഇംപ്രൂവ് ചെയ്യാനും ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഓവർകം ചെയ്യാനും സഹായിക്കും. പതിവായി ഉരുക്ക് വെളിച്ചെണ്ണ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫങ്ഷൻസിനെയും ഇംപ്രൂവ് ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സ്കിന്ന് നല്ല ഗ്ലോവിങ് ആവാനും അതുപോലെ ഡ്രൈ സ്കിന്ന് മാറാനും ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും ശരീരത്തിൽ പുരട്ടി കൊടുക്കാം. അതുപോലെ തലയിൽ താരനൊക്കെ ഉള്ളവർക്ക് ഈ എണ്ണ തലയിൽ പുരട്ടിയാൽ താരനൊക്കെ മാറിക്കിട്ടും. ഇതിൽ ആ കക്കനുണ്ടല്ലോ, അത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ. അത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായ നമ്മുടെ എണ്ണയുടെ കളറും മാറും. കണ്ട, ഈ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ കക്കനൊക്കെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഈ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇത് ഇനിയും ബ്രൗൺ കളറായി മാറും. അപ്പോൾ അത് ബ്രൗൺ കളറായി മാറുമ്പോൾ നമ്മുടെ എണ്ണയുടെ കളറും മാറും. ഇനി ഇതൊരു തുണിയിൽ അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കണ്ണി അടുപ്പുള്ള അരിപ്പയിൽ അരിച്ചെടുക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. നല്ല വിളഞ്ഞ തേങ്ങ എടുത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ 2 മണി കുരുമുളകും കൂടി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പത്തിന് അരച്ച് വെച്ച മാവ് കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളപ്പം ചുട്ട് നോക്കാം.
അതിനായിട്ടൊരു വെള്ളപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കണ്ടോ, നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെള്ളപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.